ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെറിയൊരു ഗ്രീൻ പീസ് മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അതിന് ആവശ്യമായത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, പിന്നെ സവാള ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചേക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സവാള എടുക്കാം. പിന്നെ കരിവേപ്പില, തക്കാളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത്, പച്ചമുളക്. പിന്നെ നമുക്കിതിന് ആവശ്യമായ പൊടി ഐറ്റംസ് എന്ന് പറയുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനനുസരിച്ച് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പാൻ അടുപ്പിലോട്ട് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഫസ്റ്റ് നമുക്കൊന്ന് ഇടാം. കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇടണം. ഇതിന് കളർ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, കാരണം അടി പിടിക്കാതെ നമുക്ക് ആ ഒരു കറി അതിൻ്റെ ആ ഒരു രീതി കിട്ടും. ഇനി നമുക്കിതിൽ കുറച്ച് കരിയാപ്പിലയും കൂടെ ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവാളയും കൂടി ഇതിലേക്ക് ചേർക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കാം. ഈ സവാള ഒരു വിധം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ സവാള ഒരു വിധമൊക്കെ വഴണ്ടി വരുന്നുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാള ഒരു വിധമൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് ഒരല്പം നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളിടാം. മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. നമ്മുടെ ആ ഒരു കറിയുടെ ഇതനുസരിച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ അല്പം മല്ലിപ്പൊടിയും കൂടെ. ശേഷം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു തീ കുറച്ചതിന് ശേഷം നമ്മൾ ഈ പാനങ്ങ് അടച്ചു വെക്കണം, കാരണം ആ തക്കാളി അതിനകത്ത് വെന്ത് ആ നീര് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അല്പസമയം ഇങ്ങനെ അടച്ചിരുന്ന് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ദോശയ്ക്കും പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിലേക്ക് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. സാധാരണ നമ്മൾ ഗ്രീൻ പീസ് കറിയായിട്ട് വെക്കുന്നത്, അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റിയാണിത്. ഓക്കെ, ഇതൊരു വിധം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു അല്പം നേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തീ ഒന്ന് സിമ്മിലൊക്കെ ഇടാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി ഒരു വിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഗ്രീൻ പീസ് മസാല. കാണുന്ന പോലെ അല്ല, അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അല്പം ചപ്പാത്തിക്കകത്ത് കഴിക്കാം. ഓക്കെ, നമുക്ക് ചപ്പാത്തിയിലും ദോശയിലും അപ്പത്തിലും എല്ലാം ഇത് ചേർത്ത് കഴിക്കാവുന്നതാണ്. ഓക്കെ, മസ്റ്റായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.